അർഷ സർ സ്പീച്ച് ലെന്തി ആയ അപ്പം സിഗ്നൽ തരണേ, ചിലപ്പോൾ ഇമോഷണൽ ആയിപ്പോൾ, അതുകൊണ്ടാണ്. അർഷ സാർ പറഞ്ഞിരുന്നു ഒരു 3 months ബിഫോർ ഒരു 1000 PV താഴെ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ടീമാണിത് അല്ലേ. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം എനിക്ക് ഡെലിവറി പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഫീൽഡ് വർക്ക് എന്ന് പറയുന്നൊരു സംഭവം നന്നായി ബ്ലോക്കായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ ലേഡീസ് ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു നേരിട്ടുള്ളൊരു സപ്പോർട്ട് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിന് ഏകദേശം ഒരു 9 months കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി പോയാൽ പറ്റില്ല. അപ്പോഴത്തേക്കിന് തന്നെ നല്ല നല്ല കുട്ടികൾ വരാൻ തുടങ്ങി ടീമിലേക്ക്. അപ്പം അതിന് മുന്നേ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ പുറവേ അടിക്കാൻ നിൽക്കും, ഇത് ചെയ്യണേ വൈകുന്നേരം വരെ ചെയ്തോ എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ കുലിക്കാൻ പോലും കുലുങ്ങാത്ത ടീമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അവർക്ക് പൈസ വേണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ എന്തില്ല, എഫേർട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കുറവായിരുന്നു. പക്ഷെ ആ ടീമിനെ വെച്ച് മാക്സിമം നമ്മൾ പഠിപ്പിച്ച് വർക്ക് ചെയ്ത് വന്നു. ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന ടീം ഞങ്ങളുടെ കാരണം കൊണ്ടല്ലാതെ ഡ്രോപ്പ് ആയിട്ടുണ്ട്, സാറിനറിയാം. അപ്പോഴും നമ്മൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്തത്, കമ്പനി സ്ട്രോങ്ലി ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഇന്നത്തേക്കിനോ നാളത്തേക്കിനോ വേണ്ടിയല്ല. ദർ ഇസ് എ ഫ്യൂച്ചർ അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പോകുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് ആ ഫ്യൂച്ചർ മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഇത്ര നാൾ കഴിയുമ്പം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കണം, ഓവർകം ചെയ്യാൻ തയ്യാറാണ്. അപ്പം നിങ്ങളാണെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ തയ്യാറായിരിക്കും. പിന്നെ എടുക്കുന്ന എഫേർട്ടിന് വാല്യൂ കിട്ടിയിരിക്കണം. അത് അങ്ങനെ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിനെ കൊണ്ട് ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്ട്രഗിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇടയുന്ന പ്രായമാണ്. കുഞ്ഞിനെ നമുക്ക് ഒരുപാടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മീറ്റിംഗ്സ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇപ്പോൾ തന്നെ മീറ്റിംഗ്സ് എടുക്കുമ്പോൾ എന്താ സൗണ്ട്സ് വന്നു. സോ അതിനെ എനിക്ക് ഓവർകം ചെയ്യണം. അപ്പം എവറോളിംഗ് ട്രോഫി ഞങ്ങൾ ഡ്രീം ചെയ്തിരുന്നത് ആഫ്റ്റർ ജൂൺ. സോ കാരണം ടീമിന്റെ ബാക്കപ്പ് നടക്കുന്ന അങ്ങനെയാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്രഷറൈസ് ചെയ്തിട്ട് PV അടിച്ചു കയറ്റൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ എന്തോ നമ്മളെടുത്ത എഫേർട്ടിൽ ഫസ്റ്റ് ടൈം ഇത് കൈ കിട്ടി. പക്ഷേ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ കൊച്ചുങ്ങൾ അത്രയും പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റിലെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞു ഇന്ന ടാർഗറ്റ് കൊടുത്തു, ഇത്ര മീറ്റിംഗ്സ് ഒരു ദിവസം നടന്നിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രോഷേഴ്സ് പ്രിപ്പയർ ചെയ്തു, നോട്ടീസ് പ്രിപ്പയർ ചെയ്തു, അവർക്ക് വർക്ക്ഷോപ്പ് ട്രെയിനിങ്സ് കൊടുത്തു, അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രാപ്തിയിലേക്ക് എത്തിച്ചു. 20 വയസ്സുള്ള കുട്ടികളുണ്ട്, 18 വയസ്സുള്ള കുട്ടികളുണ്ട്. അവർക്കൊന്നും പറയില്ല, പറയേണ്ട പോയിന്റുകൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ വിട്ടത്. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് വേറെ ഹോം മീറ്റിംഗ് എടുക്കാൻ നമുക്ക് ഓടി എത്താൻ പറ്റില്ല. അപ്പോൾ അവർ ട്രെയിൻഡ് ആയിരിക്കണം, കാരണം ആ കിട്ടുന്ന ഇത് കളയാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്ത് ഓരോ ദിവസത്തെ പ്ലാൻ ചെയ്താണ്. അപ്പം വെക്കേഷൻ ആയപ്പോൾ ഞാൻ കരുതി ഈ കിട്ടിയ ട്രോഫി കളയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തു. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 45 minutes ട്രാവൽ ചെയ്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. രാവിലെ അവിടുന്ന് ട്രാവൽ ചെയ്ത് വീട്ടിൽ എൻ്റെ കുഞ്ഞിനെയും 2 കുട്ടികളെ ആക്കിയിട്ടാണ് പിന്നെ ഫുൾ ടൈം വർക്കിന് ഇറങ്ങി രാത്രി 11:30 വരെ വർക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ മാസം ഇത് അച്ചീവ് ചെയ്തെടുത്തത്. വെറുതെ കിട്ടിയതല്ല, ചുമ്മാ കിട്ടിയതല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മുടെ മാക്സിമം എടുക്കുക, പിന്നെ ബാക്കിയെല്ലാം യൂണിവേഴ്സിന്റെ കയ്യിൽ. സോ എപ്പോഴും ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. അത് എക്സിക്യൂട്ട് ചെയ്തത് പെർഫെക്റ്റ്ലി ആണോ, ഒരു പാളിച്ച വന്നിട്ടുണ്ടോ നമുക്ക് നോക്കണം. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് തരേണ്ട ആൾ തന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും, കാരണം ഏതൊരു സാധാരണ വ്യക്തി വന്നിട്ടുണ്ടെങ്കിലും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഇൻഡസ്ട്രി. അവിടെ നിങ്ങൾക്ക് ആ മനസ്സുണ്ടായാൽ മതി. അതെ, നിങ്ങൾക്ക് എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നുമല്ല, നിങ്ങളൊരു സാധാരണക്കാരായാലും ഡ്രീം ഉണ്ടായിരിക്കണം. എത്തേണ്ട ഒരു സമയം, എത്തേണ്ട ഒരു ഇടം, അത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾക്ക് അത് സാധിക്കും. ദൈവത്തിനോടും ഞങ്ങളുടെ ടീമിനോട്, എക്സ്പെഷ്യലി ഞങ്ങളുടെ പിള്ളേരോട്, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതാണ്. അവരില്ലെങ്കിൽ ഞങ്ങളില്ല. കാരണം ഞങ്ങളുടെ ഒരു 6 yearsന്റെ എഫേർട്ടിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെടുത്തുന്ന ദൈവം തന്ന ഗിഫ്റ്റാണ് പുതിയ ടീം. സോ അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീം. താങ്ക് യു. എൻ്റെ ടീമൊന്നും എന്നിട്ട് ഞങ്ങളുടെ
കുറച്ച് പേര് വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്.